പ്രൈസ് ദി ലോർഡ്. സന്തോഷം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഈ ഭൂമിയിലില്ല. എപ്പോഴും സന്തോഷവാന്മാരായി സന്തോഷവതികളായി ജീവിക്കണമെന്നാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ യേശു കർത്താവും അത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് 2 വചനങ്ങളെ വായിക്കാം. ഒന്നാമതായി 4 സങ്കീർത്തനങ്ങൾ 7 വചനം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. വീണ്ടും ഒരു വചനം കൂടെ, ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വചനം, 17-18 വചനങ്ങൾ. അത്തിവൃക്ഷം തളർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അതെ, ഈ 2 വേദഭാഗങ്ങളിലും നമുക്ക് 2 വ്യത്യസ്തമായ സന്തോഷത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഒന്നാമതായി നാം വായിച്ചു, ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അതെ, ചില വർധനവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അനുഗ്രഹ സമൃദ്ധിയിൽ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ. എന്നാൽ ആ സന്തോഷത്തിൻ്റെ ഒരു സ്തോത്രം മറ്റൊരു വശം നാം ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ചില പ്രതികൂലങ്ങളും ചില കഷ്ടങ്ങളും ചില ശൂന്യതകളും കടന്നു വരുമ്പോൾ ആ സന്തോഷം അങ്ങനെ മാഞ്ഞു പോകും. എന്നാൽ അടുത്ത ഭാഗത്ത് നാം വായിക്കുന്നു, അതേ 3-ാം അധ്യായം ഹബക്കൂക്ക് 3:17, അത്തിവൃക്ഷം തളിർത്തില്ലെങ്കിലും, അതെ നല്ലൊരു അനുഭവം ഉണ്ടായില്ലെങ്കിലും, പ്രയത്നമൊക്കെ നിഷ്ഫലമായി പോയാലും, ആഹാരം വിളഞ്ഞില്ല എങ്കിലും, തൊഴുത്തിൽ നിന്ന് സകലതും നശിച്ചു പോയാലും, അതെ നമുക്കുള്ളതൊക്കെ നശിച്ചു പോയാലും നഷ്ടപ്പെട്ടാലും, ചിലതുണ്ടായില്ല എങ്കിലും യഹോവയിൽ ആനന്ദിക്കും, ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും, സന്തോഷിക്കും. ആമേൻ. അതെ, നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്ന ആ സന്തോഷത്തെ എടുത്തു കളയുവാൻ ഭൂമിയിലെ യാതൊരു വ്യക്തിക്കോ ശക്തിക്കോ സാധ്യമല്ല, മറ്റേതുവിധ സാഹചര്യങ്ങൾക്കും സാധ്യമല്ല. നമുക്കത് പൂർണ്ണമായി വിശ്വസിക്കാം. കാരണം എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. യേശു കർത്താവ് ആരാലും നമ്മെ രക്ഷിക്കുവാൻ കഴിയാത്ത, വിടുവിക്കുവാൻ കഴിയാത്ത പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പിശാചിൻ്റെ പിടിയിൽ നിന്ന്, രോഗത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചു, നമ്മെ രക്ഷിച്ചു. യേശു കർത്താവ് തൻ്റെ സ്വന്തം ജീവനെ നൽകി, അവസാനത്തുള്ളി ചോര വരെ നമുക്ക് വേണ്ടി നൽകി നമ്മെ വീണ്ടെടുത്തു. ആ രക്ഷയുടെ സന്തോഷം നമുക്ക് നൽകിയിരിക്കുന്നു. ആയതിനാൽ പ്രിയമുള്ളവരെ, നമുക്കെപ്പോഴും സന്തോഷിപ്പാൻ വകയുണ്ട്. അതെ, യേശു കർത്താവിൻ്റെ കൽപ്പനകളെ, പ്രമാണങ്ങളെ അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ, ആ യേശു കർത്താവിനോട് കൂടെ നാം വസിക്കുമ്പോൾ, എപ്പോഴും പ്രാർത്ഥനയിലും ആരാധനയിലും വചനധ്യാനത്തിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരനായി ദാവീദ് പറയുന്നു, അവർക്ക് ചില വർധന ഉണ്ടാകുമ്പോൾ, ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്, ധാന്യവും വീഞ്ഞും കൊടുക്കുന്നൊരു സന്തോഷമുണ്ട്. അത് ഈ ലോകത്ത് നാം നോക്കുമ്പോൾ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയും. അത് സോഷ്യൽ മീഡിയ ആയിരുന്നാലും മറ്റ് സ്തോത്രം ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ, അതേ ഡ്രഗ്സ്, അങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമ്മെ ത്രസിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, രസിപ്പിക്കുന്ന. എന്നാൽ അങ്ങനെയല്ല, ദൈവമക്കളുടെ സന്തോഷം അതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് പകർന്നിരിക്കുന്നു. ഹൃദയം യേശു കർത്താവിനെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ, സ്തോത്രം, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് സന്തോഷത്തെയും പകരും. അങ്ങനെയാണെങ്കിൽ ഏത് സാഹചര്യത്തിലും ഹഗ്ഗായി പ്രവാചകൻ പറയുന്നത് പോലെ യഹോവയിൽ ആനന്ദിപ്പാൻ, ആ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിപ്പാൻ നമുക്കിടയായി തീരും. അവൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും ഹൃദയംഗമായി സന്തോഷിക്കുവാൻ കഴിയാതെ ഒരു ഭാരത്തോടെ, മനോദുഃഖത്തോടെ ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും കർത്താവ് സംസാരിക്കുന്നു.
ആമേൻ. സ്തോത്രം. ഇന്നു മുതൽ കർത്താവ് ആമേൻ ആർക്കും എടുക്കുവാൻ കഴിയാത്ത, ആർക്കും അപഹരിച്ചു കളയുവാൻ കഴിയാത്ത സന്തോഷത്താലും സമാധാനത്താലും നമ്മെ നിറച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകി നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എപ്പോഴും അങ്ങിൽ സന്തോഷിക്കുവാൻ, ആനന്ദിപ്പാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ, ഏതു സാഹചര്യത്തിലും സന്തോഷിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ, പല പ്രിയപ്പെട്ടവരും അനുഭവിക്കുന്ന നീറുന്ന വേദനകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, മനോദുഃഖത്തിന് നടുവിൽ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. ദുഃഖങ്ങളെല്ലാം സന്തോഷമായി മാറട്ടെ, വിലാപങ്ങൾ നൃത്തമാകട്ടെ. രണ്ടിനെ അഴിച്ച് സന്തോഷം ഉടുപ്പിക്കുന്ന കർത്താവിൻ്റെ വലിയ കൃപ ഓരോരുത്തരും അനുഭവിപ്പാൻ സഹായിക്കണം. സമ്പൂർണ്ണമായി താഴ്ത്തുന്ന ഈ ലോകത്തിലെ സന്തോഷം മാത്രമല്ല, ദൈവകൽപ്പനകളെ അനുസരിച്ച് കർത്താവ് ആ നിത്യസന്തോഷത്തിലേക്കും പ്രവേശിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.